പൂഴിത്തോട്. കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കേ അറ്റത്ത് പ്രകൃതി സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഒരു മനോഹരമായ ഗ്രാമം. കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി നിറഞ്ഞ ഈ ഗ്രാമത്തെ 4 വശങ്ങളാലും ചുറ്റപ്പെട്ട് നിൽക്കുന്ന വനവും വനമധ്യത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന വശ്യമനോഹരിയായ കടന്തർ പുഴയും ഈ ഗ്രാമത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അടിമത്തത്തിന്റെ യാതനയും വേദനയും പട്ടിണിയും ദുരിതങ്ങളും സമ്പാദ്യവുമായി മലബാർ എന്ന കാനാൻ ദേശം സ്വന്തമാക്കാൻ പുറപ്പെട്ട ഒരു ജനത പൂഴിത്തോടെന്ന കന്യാവനത്തിലുമെത്തി. വിളയും കളയും വേർതിരിച്ച് കതിരും പതിരും തിരിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ അവർ ഒരുമിച്ച് നിന്നു. കന്നിമണ്ണിൽ അധ്വാനം ആരാധനയാക്കി. അവരുടെ കർമ്മഭൂമിയിൽ തേനും പാലും ഒഴുക്കി. സമൃദ്ധിയുടെ വസന്തത്തിൽ, ജീവിതയാത്രയുടെ സായാഹ്നത്തിൽ വരും തലമുറയ്ക്ക് കർമ്മഫലം ശേഷിപ്പാക്കി സ്മൃതിപഥത്തിൽ യാത്രികരായിരിക്കുന്നു. പൂഴിയുള്ള തോട് പൂഴിത്തോട എന്ന് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നു. പള്ളിക്ക് സമീപമുള്ള തോട് വളരെയധികം പൂഴി നിറഞ്ഞതായിരുന്നു അത്രേ. പൂഴിയുള്ള തോട് ലോപിച്ച് കാലക്രമത്തിൽ പൂഴിത്തോടായി മാറി. വടക്ക് കടന്തർ പുഴയും തെക്ക് മൂത്താട്ടുപുഴയും കിഴക്ക് വയനാടൻ മലനിരകളും പടിഞ്ഞാറ് ചെമ്പനോട ഇടവകയും അതിർത്തി പങ്കിടുന്ന പൂഴിത്തോട് ഏറെ പ്രത്യേകതയോടുകൂടി കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വടക്ക് കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകരുവാൻ 1966 പിറവിയെടുത്തതാണ് നമ്മുടെ സ്വന്തം വിദ്യാലയമായ ICUP സ്കൂൾ പൂഴിത്തോട്. കുടിയേറ്റത്തെ ഒരു വലിയ പോരാട്ടമായി കണ്ടിരുന്ന ഒരു തലമുറയ്ക്ക് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം നേടുവാനോ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതി നേടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുവാനോ സാധിച്ചിരുന്നില്ല. കാടിനോടും മണ്ണിനോടും വന്യമൃഗങ്ങളോടും മാരക രോഗങ്ങളോടും തോൽക്കാതെ പൊരുതി നിന്ന അവരുടെ അനുഭവങ്ങൾ തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ അറിവും വിദ്യാഭ്യാസവും. തങ്ങൾക്ക് ലഭിക്കാതെ പോയത് അവരുടെ മക്കളിലൂടെ സാധിച്ചെടുക്കണമെന്ന വാശിയായിരുന്നു പിന്നീട് അവരുടെ മുമ്പോട്ടുള്ള ഓരോ യാത്രയ്ക്കും കരുത്തേകിയത്. ആ കാലഘട്ടത്തിൽ പൂഴിത്തോടിന് സ്വന്തമായൊരു വിദ്യാലയം ഇല്ലാത്തതുകൊണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള ചെമ്പനോട UP സ്കൂളിലും പിന്നീട് ഹൈസ്കൂൾ പഠനവും ആഗ്രഹിച്ചവർ 9 കിലോമീറ്റർ അകലെയുള്ള മരുതോങ്കര ഹൈസ്കൂളിലുമാണ് തങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ശരിയായ ഒരു പാത പോലുമില്ലാതെ ദുർഘടമായ വഴിയിലൂടെ ഭയാനകമായ അന്തരീക്ഷത്തിലൂടെ കിലോമീറ്ററുകൾ താണ്ടി ഇളകിയാടുന്ന തൂക്കുപാലങ്ങളും ഉറപ്പില്ലാത്ത മരപ്പലകളും കടന്നുള്ള അപകടകരമായ ആ യാത്ര പല മാതാപിതാക്കളുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു.
പല രക്ഷിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് വിടുവാൻ മടി കാണിച്ചു തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് 1966 പൂഴിത്തോട് ഇടവകയിലെ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമായി ഇടവക ദേവാലയത്തോട് ചേർന്നുള്ള ഒരു ഷെഡിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അന്ന് നേരിട്ട വലിയ പ്രതിസന്ധികളെക്കുറിച്ച് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 66 ഇവിടെ ഒരു LP സ്കൂൾ അനുവദിച്ച് കിട്ടുകയും അന്ന് മുതൽ ആദ്യം ഇവിടെ ഷെഡായിട്ട് ആരംഭിച്ച സ്കൂള് ഇന്ന് നല്ലൊരു കെട്ടിടം ഉണ്ടായി നാട്ടുകാരുടെ ശ്രമപരമായിട്ടുണ്ടായതാണ്. അന്നത്തെ കാലത്തൊക്കെ കാട്ടിൽ നിന്നും മരം ഇവിടുത്തെ ആൾക്കാർ ശ്രമദാനമായിട്ട് പോയി മുറിച്ച് ജമ്മിമാരുടെ അനുവാദത്തോടു കൂടി ഇവിടെ മുറിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന മരം അറുത്തിട്ടാണ് ഇവിടെ ഉരുപ്പടികളൊക്കെ ഉണ്ടാക്കി കെട്ടിടം ഉണ്ടാക്കിയത്. ആ കാലത്ത് ഇവിടെ LP സ്കൂളും പിന്നീട് കുറേ 5-6 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു UP സ്കൂളും കൂടെ അനുവദിച്ച് കിട്ടി. അന്നത്തെ MLA ദക്ഷിണാമൂർത്തി സാറാണ് ഞങ്ങൾക്ക് ഈ സ്കൂള് അനുവദിപ്പിച്ച് തരാൻ വേണ്ടി കളപ്പുരച്ചനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് കിട്ടിയത്. പിന്നെ കുർബാനയുടെ സമയത്ത് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് അച്ഛൻ കുപ്പായ ഊരിയിട്ടേച്ച് വന്നിട്ടാണ് കല്ല് നോക്കാൻ അച്ഛനാണ് ആദ്യം കല്ലെടുത്ത് കൊണ്ട് പോവുക. അങ്ങനെ ആൾക്കാരെല്ലാം പെണ്ണുങ്ങളും പിള്ളേരും എല്ലാവരും അടക്കം പിന്നെ കല്ല് വന്നിട്ടാണ് ആ സ്കൂൾ അങ്ങനെ ആയത്. കമ്മുക്കുട്ടിയായുടെ കൂപ്പിൽ നിന്ന് മരം കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് അറുത്തിട്ട് പിന്നെ അങ്ങനെ ആണ് സ്കൂളിൻ്റെ കെട്ടിടം ഉണ്ടാക്കിയത്. കരിങ്ങാടുകാരുടെ ആശാരിയായിരുന്നു അത് പണിതുകൊണ്ടിരുന്നത്, 6 പേര്, അപ്പനും മക്കളും എല്ലാം കൂടെ. ഭക്ഷണമൊക്കെ പിന്നെ പള്ളിക്ക് വരുന്ന ആൾക്കാർ വെച്ച് കൊടുക്കുമായിരുന്നു, അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ വെച്ച് കൊടുക്കുമായിരുന്നു ഭക്ഷണം ആശാരിമാർക്കൊക്കെ. ഒരു വൈദികന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും നേതൃപാടവത്തിന്റെയും ഫലമായി പൂഴിത്തോടുള്ള ജനങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഈ ഗ്രാമത്തിൽ ഒരു കൊച്ചു വിദ്യാലയം ഉയർന്നു വന്നു. സ്കൂളുണ്ടാക്കിയത് മിക്കവാറും ഈ തൂണും കരിങ്കല്ലിൻ്റെ പണിയും തറകെട്ടും ഭിത്തികെട്ടും വരെയും കലാവ് എടുത്തതാണ്. ആശാരിപ്പണി എടുത്തത് പ്രഭാകരൻ ആയിട്ടാണ്. അപ്പം അതിനൊക്കെയാണ് ഞാൻ കൂടിയിട്ടുള്ളത്. ഞാൻ സജീവമായിട്ട് കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആശാരിപ്പണി എടുക്കുന്നതിന് ഒരു സാമാന്യ രീതി ചെയ്യാൻ എനിക്കറിയാം. ICUP സ്കൂളിന്റെ ഉത്ഭവം കലാപരമായും ഭൗതികപരമായും സാംസ്കാരികപരമായും കായികപരമായുമുള്ള വൻപിച്ച പുരോഗതിക്ക് കാരണമായി തീർന്നു. വിദ്യാഭ്യാസത്തിലൂടെ അറിവ് ലഭിച്ച ജനങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നു. അവരിൽ പലരും പൂഴിത്തോടെന്ന നാടിന്റെ പെരുമ വാനോളം ഉയർത്തി. പൂഴിത്തോട് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. അവർ ജോലിയിലായിട്ടുള്ളവർ, സ്ഥിര താമസമാക്കിയിട്ടുള്ള അന്യരാജ്യങ്ങളിൽ പൗരത്വം നേടിയവരെല്ലാം അവരെ ഒരു ജീവിതാന്തസ്സിലേക്ക് ഉയർത്തിക്കൊടുത്തത് ഈ സ്കൂളാണ്. ഈ സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ച ആളാണ് നോഹ. ഈ നോഹ നമ്മുടെ ഒളിമ്പിക്സിൽ നമ്മുടെ നാടിനെയും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെയും പ്രതിനിധീകരിച്ചു പോയി നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ യശസ് ഉയർത്തിയ ആളാണ്. ആ നോഹയുടെ കാലടി പതിഞ്ഞ ആ മണ്ണാണ് നമ്മുടെ ഈ പൂഴിത്തോടിൻ്റെ അങ്കണം എന്ന് പറയുന്നത്. ഒളിമ്പിക്സിൽ എത്തിയിട്ടില്ലെങ്കിലും ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കുമ്പക്കൽ ജോർജ് എന്ന് പറയുന്ന ആൾ സ്കൂളിൻ്റെ അതിർത്തി പങ്കിടുന്ന ആളാണ്. അദ്ദേഹവും രാജ്യാന്തര മത്സരങ്ങളിൽ വെറ്ററൻസ് മീറ്റിൽ സ്വർണവും വെള്ളിയൊക്കെ നേടിയ ആളാണ്. അങ്ങനെ വളരെയധികം ആളുകൾ കായിക രംഗത്ത്, സ്പോർട്സ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മുടെ ഈ സ്കൂളിനും നാടിനും അഭിമാനവും അതുപോലെ അന്തസ്സും യശസ്സും ഒക്കെ ഉയർത്തിയവർ ആ മേഖലയിലുമുണ്ട്. ഈ പൂഴിത്തോട്ടിലെ ജനങ്ങൾക്കെല്ലാം ആദ്യാക്ഷരം കുറിച്ചു കൊടുത്ത അക്ഷരാങ്കണമാണ് ഈ പൂഴിത്തോട് സ്കൂള്. ഇവിടുത്തെ ആളുകൾ ഏറ്റവും അധികം സഹകരണത്തിലും സഹവർത്തിത്തിലും കഴിഞ്ഞു പോകുന്ന ഒരു ജനതയാണ് നമുക്ക് പൂഴിത്തോട്ടിലുള്ളത്. അപ്പോൾ ഈ ജനങ്ങളുടെ സഹകരണവും
അതുപോലെ തന്നെ ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഈ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിളവുകളും ആക്കി തീർത്ത ഒരു സമ്പൽ സമൃദ്ധിയിലായ ഒരു 2000 കാലഘട്ടം. ഡോക്ടറേറ്റ്, അതായത് PhD വിവിധ വിഷയങ്ങളിൽ സയൻസിലും അതുപോലെ വിവിധ വിഷയങ്ങളിൽ PhD നേടി പ്രൊഫസർമാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, സയൻറ്റിസ്റ്റുകളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, നല്ല നിലയിലുള്ള ടീച്ചേഴ്സായിട്ടുള്ളവരുണ്ട്, മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഈ സ്കൂള് വന്നതുകൊണ്ടുണ്ടായ നേട്ടം മാത്രമാണ്. മറ്റൊരു നേട്ടം പറയാൻ കഴിയുന്നത്, ഈ ഒരു തരത്തിലും സ്കൂളിൽ പോകാൻ പറ്റാത്ത ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ സ്കൂൾ വന്നതുകൊണ്ട് മാത്രം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ അങ്ങനെയുള്ള ആ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളും ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രം അവർക്ക് തുടർ പഠനം ഹൈസ്കൂളിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് കോളേജ് തലങ്ങളിലേക്കെല്ലാം പോകാൻ കഴിഞ്ഞത് നമ്മുടെ ഈ ചെറിയ ഒരു സ്കൂള്, അല്ലെ ഈ എളിയ തുടക്കം ICUP സ്കൂള് എന്ന് പറയുന്ന ഈ ഒരു വലിയ അക്ഷരക്കൂട് ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ്. ഡോക്ടേഴ്സ് സേവ് ലൈഫ്, ടീച്ചേഴ്സ് ഗിവ് മീനിങ് ടു ലൈഫ്. ഡോക്ടേഴ്സ് ജീവൻ രക്ഷിക്കുന്നവരാണെങ്കിൽ ടീച്ചേഴ്സ്, അധ്യാപകർ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നവരാണ്. അങ്ങനെ ജീവിതത്തിന് അർത്ഥവും അതുപോലെ തന്നെ ലക്ഷ്യവും കൊടുത്തവരാണ് അന്നിവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ. ആദ്യമായിട്ട് പ്രഥമ അധ്യാപകൻ എന്ന് പറയുന്ന ഉലകന്നാൻ മാസ്റ്ററായിരുന്നു ഇവിടുത്തെ ആദ്യ അധ്യാപകൻ. തുടർന്നുള്ള 4 വർഷം 4 അധ്യാപകരുണ്ടായി. ഈ അധ്യാപകരൊക്കെ അന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടെ താമസിക്കാനായിട്ട് ഒരു ലോഡ്ജോ അല്ലെങ്കിൽ മറ്റ് സൗകര്യമുള്ള മുറികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെ പേയിങ് ഗസ്റ്റ് സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പേയിങ് ഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനമൊന്നും ഇല്ല. ഇവിടെയുള്ള ഈ നാട്ടിലെ വളരെ സ്നേഹസമ്പന്നന്മാരായിട്ടുള്ള സുമനസ്സുകളുടെ സഹായത്താൽ അവരുടെ വീടുകളെന്നൊക്കെ പറയാൻ അന്ന് വളരെ ചെറിയ തരത്തിലുള്ള ഓലപ്പുരകളോ അല്ലെങ്കിൽ ഷെഡുകളോ മാത്രം ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ഭാഗം ഈ അധ്യാപകർക്ക് താമസിക്കാനായിട്ട് കൊടുക്കുകയും ഈ വീടുകളിൽ നിന്ന് തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്തവരാണെന്നും ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്കൂളിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് സ്കൂള് നിർമ്മിക്കാൻ വേണ്ടി സ്കൂൾ നിർമ്മാണത്തിൽ ഏർപ്പെട്ട ഇവിടുത്തെ മഹത് വ്യക്തികളും. ആദ്യ അക്ഷരം കുറിക്കാൻ ഒരു വിദ്യാലയം ഉയർന്നു വന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹപ്രദമായി മാറി. നിരക്ഷരരായ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെള്ളി വെളിച്ചമേകാൻ പൂഴിത്തോട്ടിൽ ICUP സ്കൂൾ എന്ന വിദ്യാലയം ഉദയം ചെയ്തു. അക്കാദമിക ഇതര പ്രവർത്തനങ്ങൾ എന്നും മുന്നിൽ തന്നെയാണ് പൂഴിത്തോട് ICUP സ്കൂൾ നിലകൊള്ളുന്നത്. എല്ലാ വർഷവും അക്കാദമിക വർഷത്തിൻ്റെ മുൻപിൽ തന്നെ അടുത്ത വർഷത്തേക്ക് ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു സംക്ഷിപ്ത രേഖ അക്കാദമിക മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ആ വർഷം ജൂൺ മുതൽ മാർച്ച് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ക്രമീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഈ വർഷത്തെ നമ്മുടെ സ്കൂളിൻ്റെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് പ്രകാശനം ചെയ്തത്. നമ്മുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഈ ഡിസംബർ മാസം വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ച വിവരം കൂടെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ ഈ വർഷം മുതൽ നമ്മൾ പ്രത്യേകമായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവിജ്ഞാനത്തിൻ്റെ ഒരു കുറവ് കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് പൊതുവിജ്ഞാനത്തിൻ്റെ പ്രത്യേക പരിശീലന ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആനുകാലിക ധാരണകൾ കുട്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിലും 2 പത്രം വീതം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സ്പോൺസർഷിപ്പോടുകൂടി നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കുട്ടികളെല്ലാവരും തന്നെ പത്രങ്ങൾ വായിക്കുകയും ഇന്ന് കുട്ടികളിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി വായന കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കുന്നതിനായി എല്ലാ ക്ലാസ്സിലും 2 പത്രങ്ങൾ വീതം നൽകുകയും കുട്ടികളെല്ലാവരും ആ പത്രം വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അക്കാദമിക പ്രവർത്തനങ്ങളിലും പൂഴിത്തോട് ICUP സ്കൂൾ എന്നും ഏറെ മുന്നിൽ തന്നെയാണ്. കുട്ടികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ആ വിലയിരുത്തൽ അനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ക്രിയാത്മക ബോധനം നൽകുന്ന ഒരു പറ്റം നല്ല അധ്യാപകരാണ് ഈ സ്കൂളിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുക. അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി
വിവിധ വിഷയങ്ങളിലെ ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര ഗണിത ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ് തുടങ്ങിയ എല്ലാം വളരെ ആക്റ്റീവായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച ലാബ്, കുട്ടികൾക്ക് ആവശ്യമായ ശാസ്ത്ര പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്നതിന് സൗകര്യമുള്ള എല്ലാവിധ ഉപകരണങ്ങളോടും അടങ്ങിയ ഒരു ലാബ് നമുക്കിന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചുള്ള പഠനം എന്ന് കാര്യക്ഷമമായി ഇവിടെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠനം, പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പഠനം കൂടുതൽ ഊർജ്ജസ്വലവും കാര്യക്ഷമവുമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂം ഇന്ന് സ്കൂളിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഹരിത ക്ലാസ് റൂം, കുട്ടികൾക്കായി ഒരു ജൈവ വൈവിധ്യ പാർക്ക് നമ്മുടെ PTA സഹായത്തോടുകൂടി സ്കൂളിൽ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വായനാശീലം കൂടുതൽ വളർത്തുന്നതിനായി സ്കൂളിൽ ധാരാളം പുസ്തകങ്ങൾ അടങ്ങിയ വിപുലമായ ലൈബ്രറി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലേക്കും കുട്ടികൾക്ക് ക്ലാസ് ലൈബ്രറി ഒഴിവ് സമയത്തും ഇടവേളകളിലും കൂടുതൽ വായിക്കുന്നതിനായി, വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് ലൈബ്രറി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സമ്പൂർണ്ണ ക്ലാസ് ലൈബ്രറിയുടെ പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് നിർവഹിച്ചിട്ടുള്ളതാണ്. സ്കൂളിൽ നടന്ന നിരവധി പരിപാടികളിൽ എല്ലാവിധ ജനപ്രതിനിധികളും പങ്കെടുക്കാറുണ്ട്. ഈ വർഷം മുതൽ നമ്മൾ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും മിഡ് വീക്ക് യൂണിഫോം തരപ്പെടുത്തുകയുണ്ടായി. പൂർവ്വ വിദ്യാർത്ഥി സ്പോൺസർ ചെയ്തിട്ടുള്ള മിഡ് വീക്ക് യൂണിഫോം കൊടുക്കാൻ ബഹുമാനപ്പെട്ട പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ ഇവിടെ വരികയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ 60ാം വാർഷികം ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ 60ാം വാർഷികത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അവറുകളാണ്. അദ്ദേഹം തന്നെയാണ് 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡിജിറ്റൽ ലോഗോയും പ്രകാശനം നിർവഹിച്ചത്. അതുപോലെ കഴിഞ്ഞ വർഷം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്ത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. എല്ലാവിധ ജനപ്രതിനിധികളും, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ MLA MP ഉൾപ്പെടെ എല്ലാവിധ ജനപ്രതിനിധികളും നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരാറുണ്ട്. അവരുടെ പിന്തുണയോടുകൂടി നമ്മുടെ പഠനം കൂടുതൽ ആസ്വാദികരമാക്കുകയും സ്കൂളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കലാകായിക മേഖലയിൽ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം ലഭിക്കുന്നതുകൊണ്ട് സബ് ജില്ലാ, ജില്ലാ കലാകായിക മേളകളിൽ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള പങ്കാളിത്തം നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഈ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കലാകായിക മേഖലകളിൽ അവർക്കുള്ള ഒരു പ്രാക്ടീസ്, അവർക്ക് നല്ലൊരു കോച്ചിങ് ലഭിക്കുന്നത് ഒരു മുതൽക്കൂട്ടാണ്. ഒരു ജനതയുടെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും ഫലമായി 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രൂപം കൊണ്ട ഈ വിദ്യാലയം ഇന്ന് നിരവധി അക്കാദമിക ഇതര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മികവിൻ്റെ കേന്ദ്രമായി മാറി നാളെയുടെ നല്ല പൗരന്മാരെ വാർത്തെടുത്തുകൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കഴിഞ്ഞ 6 വർഷമായി ഈ നാടിന് അക്ഷരത്തിൻ്റെ വിളക്കായി നിന്ന ഒരു സ്കൂള് അതിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇനിയും ഇവിടേക്ക് ഓടിയെത്തുന്ന ഓരോ പിഞ്ചു കുഞ്ഞിനെയും സ്നേഹത്തോടെ കാത്തിരിക്കാൻ, പകർന്നു കൊടുക്കാൻ, 1000 സ്നേഹത്തിൻ്റെ അക്ഷരകനികൾ സമ്മാനിക്കുവാൻ ഇനിയും നിരവധി വർഷങ്ങൾ ഈ വിദ്യാലയം ഈ നാടിൻ്റെ വിദ്യാജ്യോതിയായി നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു.